നമ്മുടെ അനീഷ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പ്രശ്നമാണല്ലോ. ഇന്ന് കാലത്ത് പൂക്കളം ഒരുക്കുന്നതിനിടയിൽ ഉണ്ടായിരുന്ന വഴക്കായിരുന്നു. തുടക്കം അപ്പാനി ശരത്തിനോടായിരുന്നുവെങ്കിൽ ഒടുക്കം ഷാനവാസുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പൂക്കളം ഇടുന്നത് ചെരുപ്പിട്ടുകൊണ്ടായിരുന്നു അനീഷ്. അത് ചൂണ്ടിക്കാണിച്ച അപ്പാനിയോട് കയർത്ത് സംസാരിക്കുകയായിരുന്നു. അപ്പാനി ശരത് പറഞ്ഞിട്ടും അനീഷ് ചെരുപ്പ് അഴിച്ചു മാറ്റാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് ഹൗസ്മേറ്റ്സ് എല്ലാവരും അനീഷിന് നേരെ തിരിഞ്ഞു. നിനക്ക് എന്തിനാണ് ഇത്രയ്ക്കും ഈഗോ? ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് സമ്മതിക്കണം. എന്തിനാണ് ഇത്രയ്ക്കും വാശിയും ദേഷ്യവും എല്ലാം കൊണ്ടു നടക്കുന്നത്? പൂക്കളത്തെ പ്രത്യേകമായി റെസ്പെക്ട് ചെയ്യണം. നീ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ആളല്ലേ, എന്നിട്ടാണോ നീ ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്? അനീഷിന്റെ ഭാഗത്തുള്ള വീഴ്ച കാണിച്ചു കൊടുത്തത് അനീഷിന് ഒട്ടും ഇഷ്ടമായില്ല. ഇതേ തുടർന്ന് അവിടെ വാക്കേറ്റമുണ്ടായി. ഇതിനിടയിലായിരുന്നു ഷാനവാസ് കടന്നു വന്നത്. ഷാനവാസ് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ നിന്റെ നാട്ടുകാരെ പറയിപ്പിക്കുന്നത് എന്ന്. പിന്നീട് അനീഷും ഷാനവാസുമായിരുന്നു അടി. നിനക്ക് എൻ്റെ നാട്ടുകാരെ പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി അനീഷ്. അനീഷിന്റെ സംസാരം നമുക്കറിയാലോ. ഒരു കാര്യം തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറയും. അങ്ങനെ ഹൗസ്മേറ്റ്സ് എല്ലാവരും അതൊന്നും വകവെക്കാതെ പൂക്കളം ഒരുക്കാൻ തയ്യാറായി. എന്നാൽ അനീഷ് മാത്രം അവിടെ മാറി നിന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുകയാണ് എന്നെ എന്ന് അനീഷ് പറഞ്ഞു. എന്നാൽ മറ്റുള്ള ഹൗസ്മേറ്റ്സ് പറഞ്ഞു, നിന്റെ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇങ്ങനെ വിളിച്ചു പറയണ്ട. നിന്റെ പ്രശ്നം അപ്പാനി ഈ പറഞ്ഞത് മാത്രമാണ്. അപ്പാനി നിന്റെ ഈഗോയെ ഹേർട്ട് ചെയ്തതാണ്. നിനക്ക് അപ്പാനിയോടാണ് പ്രശ്നമുള്ളത്, അല്ലാതെ വേറെ ഒന്നും തന്നെയല്ല എന്ന് ഹൗസ്മേറ്റ്സ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു.